തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഓണാണോ പറയട്ടെ? അപ്പോൾ നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇത്തവണ ഒരു സുരക്ഷിതമായ പൊങ്കാല ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ അവലോകന യോഗം എടുത്തിരുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ തന്നെ ക്രമീകരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡ്യൂട്ടി തീരുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 3000-ത്തിലധികം വരുന്ന ജീവനക്കാരെ നമ്മൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. വന്ന വഴിക്ക് എങ്ങനെയുണ്ടായിരുന്നു തിരക്ക്? അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ സ്വാഭാവികം പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തിരക്ക് അതുണ്ട്. സുരക്ഷിതമായി തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണത്തെപ്പറ്റി ഇന്നലെ തന്നെ അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളും പോലീസ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അത്തരത്തിലൊരു നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ നഗരത്തിൽ പൊതുവേ നടന്നിട്ടുണ്ട്. രാവിലെ ചെറുതായിട്ടൊന്നും മഴയൊക്കെ പൊടിഞ്ഞായിരുന്നു. എന്തെങ്കിലും അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമെന്നൊരു ആശങ്കയൊക്കെ തോന്നി. പക്ഷേ അതൊക്കെ അങ്ങ് പോയി അത്യാവശ്യം വെയിലായി. അതെ, അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൊങ്കാല ദിവസം പൊതുവേ ജനങ്ങൾക്കെല്ലാം സൗകര്യപ്രദമായ കാര്യങ്ങളെല്ലാം നടക്കാറുണ്ടെന്നാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഉണ്ടാവും.